ഹലോ ഹലോ ഉണ്ണിച്ചേട്ടാ, വണ്ടി കൊണ്ടൊന്ന് വരൂ, കുറച്ച് പേർ എടുക്കാനാ. എവിടെക്കാണ്? അത് പെങ്ങളെ വീട്ടിൽ നിന്നാണ്. ചേട്ടൻ ബസ്സാരിക്കൊന്നായി, ഞാൻ ബസ്സാരി വന്ന് വെയിറ്റ് ചെയ്യാം. സാർ നിൽക്കോ? ആ ഇതേ വരെ. ഓനിപ്പോ എന്ത് ചെയ്യണ്? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറാണ്. ആ ചേട്ടന് 2 മക്കളല്ലേ? ആ മൂത്ത മോളിപ്പോ എന്തിനു പഠിക്കണ്? അവളിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ് SSLC പാസ്സായിരിക്കും. എങ്ങനെയുണ്ട്, മാർക്കൊക്കെ എങ്ങനെയുണ്ട്? ഫുൾ A+ ആണ് അവൾക്ക്. അവളെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ അവളോട് സയൻസ് എടുക്കാൻ പറഞ്ഞത്. പക്ഷെ അവൾ കൊമേഴ്സ് മതി എന്നാണ് പറയണത്. സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയണത്. അവൾക്ക് ഇഷ്ടം കൊമേഴ്സ് ആയിരിക്കും. അവൾക്ക് ഇഷ്ടമല്ല എന്തല്ല, ഈ സയൻസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാലേ ഡോക്ടർക്കും നഴ്സ് ആവണമെങ്കിലൊക്കെ നല്ല പഠിപ്പ് വേണം, അതോടൊപ്പം തന്നെ നല്ല പൈസ ചെലവാണ്. അതാണ് അവള് പറയണത്. അച്ഛൻ കഷ്ടപ്പെടുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അതെന്തായാലും നല്ല തീരുമാനം. കൊക്കിലൊതുങ്ങാൻ പറ്റിയാലേ കൊത്താൻ പാടുള്ളൂ. എന്തായാലും ജീവിതത്തെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള കുട്ടിയാണ്. അത് ശരിയാണ്. പക്ഷേ നമ്മെല്ലാവരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ മക്കളൊന്നും എത്തൂല. മക്കൾ പഠിക്കണോ മക്കളെ പഠിപ്പിക്കണം. എത്ര കഷ്ടപ്പെട്ടായാലും നമ്മ ഇത്തിരി ബുദ്ധിമുട്ടിയാലും അവർ പഠിക്കട്ടെ, നമ്മ അങ്ങനെ ചിന്തിക്കണം. ഇനിയുള്ള തലമുറ നമ്മളേലും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കണം. ഉണ്ണിച്ചേട്ടാ, ഇല്ലേടാ ഉണ്ണിച്ചേട്ടാ, മൂക്കിലെന്താ ബ്ലഡ്? അത് ഞാനൊരു മരുന്ന് കഴിക്കണ്ടാ. ആ ഉണ്ണിച്ചേട്ടാ, എന്താണ് ഓട്ടത്തിലാണ്? ആടാ ഇവൻ്റെ ഒരു ഓട്ടമുണ്ട്. അതല്ലേ? ആ ഞാനേ നമ്മളെ ബാബുൻ്റെ അടുത്ത് പോയി നിന്നാണ്. ആ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റണം. അപ്പോൾ അവനാണല്ലേ പണിയണത്. അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോയാണ്. ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. നീ ലാൻഡിലുണ്ടാവില്ലേ? ആ ഞാൻ തന്നെ ഉണ്ടാവും. അപ്പം ശരിയാണ്. അതാ കാണാം. ശരി, ഓക്കെ. എന്ത് മരുന്ന്? ക്യാൻസറിൻ്റെ 4 വർഷമായി. തിരുവനന്തപുരത്ത് നിന്നാണ് മരുന്ന്. ഈ രോഗം ഇപ്പം എല്ലാവർക്കും ഉണ്ടല്ലോടാ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതെ നല്ലോണം പഠിക്കണോട്ടാ. വാപ്പാനും മാനൊന്നും കഷ്ടപ്പെടുത്തിട്ട് അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ വളർത്തുന്നത്. അപ്പം ഞാൻ ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാട് നീ ഇപ്പം കാണുന്നുണ്ടല്ലേ ചെറിയ നേരത്തിനുള്ളിൽ. അത് ജീവിതം എന്ന് പറഞ്ഞ ഇങ്ങോട്ടല്ലേട്ടാ. നമ്മൾ ഒരുപാട് കടമകൾ ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ ഒരിക്കലും ഇതുവരെ എന്നെ മാതാപിതാക്കളുടെ കഷ്ടപ്പെടുന്നതാണ് മനസ്സിലാക്കിയില്ല. ഉണ്ണിച്ചേട്ടൻ്റെ ഭാഗ്യം ഇതുപോലൊരു മക്കളെ കിട്ടിയത്. അച്ഛൻ്റെ കഷ്ടപ്പാടിനനുസരിച്ച് നീങ്ങുന്ന മക്കൾ. ഇവിടുന്ന് എങ്ങോട്ടാ? ഉണ്ണിച്ചേട്ടാ, അവിടെ ലെഫ്റ്റ്.